മദ്യപിച്ചെത്തി സൂപ്പർമാർക്കറ്റിലെ വനിതാ ജീവനക്കാരികളെ കയറിപ്പിടിക്കുകയും ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ തടയാൻ ശ്രമിച്ച ജീവനക്കാരനെ റോഡിൽ കൂടി വലിച്ചിഴയ്ക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് തലവടി സ്വദേശിയായ ബൈജു എന്നയാളെ ജീവനക്കാരൻ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. മാന്നാറിലായിരുന്നു സംഭവം. മദ്യപിച്ചെത്തി സൂപ്പർമാർക്കറ്റിലെ വനിതാ ജീവനക്കാരികളെ കയറിപ്പിടിക്കുകയും ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്ത യുവാവിനെ തടയാൻ ശ്രമിച്ച ജീവനക്കാരനെ റോഡിൽ കൂടി വലിച്ചിഴച്ചു. അതേസമയം സാഹസികമായി യുവാവ് അക്രമിയെ കീഴടക്കുകയും ചെയ്തു. ദേഹമാസകലം പരിക്കേറ്റ മാന്നാർ കുട്ടമ്പേരൂർ കോട്ടപ്പുറത്ത് KM ലതിൻ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തലവടി സ്വദേശിയായ ബൈജുവിനെയാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 മാന്നാർ തൃക്കുരുട്ടി ജംഗ്ഷൻ സമീപമുള്ള NRC സൂപ്പർമാർക്കറ്റിലായിരുന്നു സംഭവം. ബ്ലീച്ചിംഗ് പൗഡർ അന്വേഷിച്ചു വന്ന ബൈജു കടയ്ക്കുള്ളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന 2 വനിതാ ജീവനക്കാരികളോട് അപമര്യാദയായി പെരുമാറുകയായിരുന്നുവെന്ന് സൂപ്പർമാർക്കറ്റിന്റെ ഉടമസ്ഥൻ പറയുന്നു. ജീവനക്കാരികൾ ചോദ്യം ചെയ്തതോടെ യുവാവ് ബൈക്കിൽ കയറി രക്ഷപ്പെടാനൊരുങ്ങുമ്പോൾ ജീവനക്കാരനായ ലിതിൻ ബൈക്കിന്റെ പിറകുവശത്ത് ബലമായി കയറി പിടിച്ചെങ്കിലും യുവാവ് ബൈക്ക് ഓടിച്ചു പോവുകയാണ് ഉണ്ടായത്. 50 മീറ്ററോളം റോഡിലൂടെ വലിച്ചിഴച്ചെങ്കിലും സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ അതിസാഹസികമായി ലിതിൻ യുവാവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. തൃക്കുരുട്ടി ജംഗ്ഷനിലെ ഹമ്പിൽ ബൈക്ക് വേഗം കുറച്ചപ്പോൾ ലിതിൻ ചാടി എഴുന്നേറ്റ് ബൈക്കിന്റെ താക്കോൽ ഊരിയെടുക്കുകയും ഇയാളെ പിടികൂടുകയുമായിരുന്നു. തുടർന്ന് മറ്റ് ജീവനക്കാർ എത്തി പ്രതിയെ സൂപ്പർമാർക്കറ്റിലേക്ക് എത്തിച്ചു. ഇന്നലെ വൈകിട്ട് ഏകദേശം ഒരു 5-5:45 കൂടിയാണ് ഒരാൾക്ക് നമ്മുടെ കടയ്ക്കകത്ത് വന്നത് സാധനം വാങ്ങാനായിട്ട്. അപ്പം പുള്ളിക്കാരനാണെങ്കിൽ നമ്മുടെ സ്റ്റാഫിനോട് മോശമായിട്ട് പെരുമാറി. അപ്പം ആ കുട്ടി കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എന്നെ ഇന്നപോലെ ശരീരത്തിൽ കയറി പിടിച്ചു എന്ന് പറഞ്ഞു. അത് ചോദിക്കാനായിട്ട് നമ്മൾ ഇറങ്ങി വന്ന ചേട്ടാ അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇറങ്ങി വന്നോടനെ പുള്ളി വണ്ടി സ്റ്റാർട്ടാക്കി പോകുന്നുണ്ട്. പുള്ളി പെട്ടെന്ന് കയറി പിടിച്ചു. വണ്ടിയെ പിടിച്ചപ്പോഴും ചേട്ടാ അവിടെ നിൽക്കുകയെന്ന് പറയുന്നുണ്ട്. പക്ഷേ പുള്ളി വണ്ടി നിർത്താതെ അങ്ങ് പോയി. പിന്നെ ആണെങ്കിൽ എന്തായാലും വീണു. എന്തായാലും പുള്ളിയെ പിടിക്കണമെന്ന് തന്നെ നമുക്കൊരു ആശയം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ പുള്ളിയെ കിട്ടാതെ പോകും. നമ്മളാണെങ്കിൽ നമ്മുടെ കൂടപ്പറപ്പങ്ങളൊക്കെ പോലെ കൊണ്ട് നടക്കുന്ന പെൺകുട്ടികളാണ്. അപ്പം അതുമല്ല കൊച്ചിനാണെങ്കിൽ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അത്രയും കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്ന കൊച്ചിന്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു ബുദ്ധിമുട്ട് വരികയെന്ന് പറഞ്ഞാൽ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. അത് നമ്മളങ്ങ് ആ രീതിയിൽ പ്രതികരിച്ചത്. എന്നാൽ സംഭവം നടന്ന ഉടൻ തന്നെ മാന്നാർ പോലീസിലേക്ക് പലതവണ ഫോൺ വിളിച്ചിട്ടും ലഭിച്ചില്ലെന്നും ഒടുവിൽ സ്റ്റേഷനിൽ പോയി പോലീസിനെ വിളിച്ചുകൊണ്ടുവരികയായിരുന്നുവെന്നും സൂപ്പർമാർക്കറ്റ് ഉടമ രാജേഷ് കുമാർ പറഞ്ഞു. 5:40 ആയപ്പോഴാണ് ഈ പ്രതി ഈ അക്രമി നമ്മുടെ കടയിൽ വരുന്നത്. അയാൾ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട്. വന്ന് അകത്ത് കയറി ചുമ്മാതെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് ബ്ലീച്ചിങ് പൗഡർ ചോദിച്ചിട്ട് ഇങ്ങനെ അതുമായിട്ട് കറങ്ങിത്തിരിഞ്ഞ് അവിടെ നിന്ന് ഓരോരുത്തരോടും പോയിട്ട് അത് ആദ്യം അവിടെ പ്രൊവിഷൻ്റെ ഭാഗത്ത് സാധനം അടുക്കിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ഒരു ലേഡി സ്റ്റാഫിനെ കയറി ദേഹത്ത് കയറി ആദ്യം പിടിച്ചു. അപ്പോൾ അവർ ആ സ്റ്റെപ്പിൻ്റെ ഒരു സ്റ്റൂളിൻ്റെ മേളിൽ കയറി ഇരിക്കുമായിരുന്നു. അവർ പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോഴത്തേനും അറിയാതെ തട്ടിയാന്നുള്ള രീതിയിൽ അങ്ങ് പോയി. രണ്ടാമതാണ് നമ്മുടെ ഈ പെൺകുട്ടിയെ വിളിച്ചെന്ന് പറഞ്ഞ് എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞു. ബില്ലിങ്ങിൽ നിൽക്കുന്ന കുട്ടിയുടെ മുഖത്തിനോട് ചേർത്ത് എന്നിട്ടാണ് ചോദിക്കുന്നത്. ഭയങ്കരമായിട്ട് മദ്യത്തിൻ്റെ സ്മെല്ലടിച്ചെന്നാണ് പറഞ്ഞു. ചെന്ന് ചോദിക്കുന്നത് ബ്ലീച്ചിങ് പൗഡർ എവിടെ ആയിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയോട് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് പോയി ബ്ലീച്ചിങ് പൗഡർ കുനിഞ്ഞെടുക്കുന്ന സമയത്താണ് ഇതിൻ്റെ ബാക്കിൽ ആദ്യം അയാൾ പിടിക്കുന്നത്. അതിനുശേഷം ആ കുട്ടിയെ തിന്നിച്ച് വഴക്ക് പറഞ്ഞപ്പോൾ പറഞ്ഞ് സോറി അറിയാതെ പറ്റിയാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അറിയാതാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞ് പിന്നെ പുള്ളി ഇപ്പുറത്ത് വന്ന് ബില്ല് അടിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ ബില്ല് പഞ്ച് ചെയ്യാൻ വേണ്ടി ഈ കുട്ടിയെ വീണ്ടും കുട്ടിയുടെ മുൻഭാഗത്താണ് അയാൾ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ പറയുമ്പോൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, തുറന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത അത് ചോദ്യം ചെയ്യാനാണ് ആ പെൺകുട്ടി പെട്ടെന്ന് പ്രതികരിക്കാൻ വേണ്ടി നമ്മുടെ മാനേജർ ലിതിനെ സമീപിക്കുകയും ലിതിൻ പോയിട്ട് ഇവർ രണ്ടും കൂടെ പോയിട്ട് ഈ പ്രതി അക്രമിയോടെ ബൈക്കിൽ കയറി പിടിച്ച് നിൽക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേന് അയാൾ വണ്ടി എടുത്ത് പോവുമായിരുന്നു. അങ്ങനെയാണ് ലിതിൻ ആ വണ്ടിയെ തൂങ്ങിക്കണം. ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത്. ജീവനക്കാരുടെ മൊഴിയെടുത്ത മാന്നാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മാന്നാർ NRC സൂപ്പർമാർക്കറ്റിലെ വനിതാ ജീവനക്കാരികളോട് അപമര്യാദയായി പെരുമാറിയ ശേഷം ബൈക്കിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ തടയാൻ ശ്രമിച്ച ജീവനക്കാരനെ റോഡിലൂടെ വലിച്ചിഴയ്ക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ വൈറലായിട്ടുണ്ട്. ന്യൂസ് മാന്നാർ.